ഒരു സിമ്പിൾ ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ 141 അടി ഉയരമുള്ള മുരുകന്റെ ശില്പവും 272 പടവുകളും ഒക്കെ കയറി നമ്മുടെ പ്രശസ്തമായ മലേഷ്യയിലെ ബാട്ടു കേവ്സിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ മുരുക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പണ്ട് പല ഗോത്ര വിഭാഗങ്ങളും അവരുടെ അഭയകേന്ദ്രമായിട്ട് യൂസ് ചെയ്തിരുന്ന ഗുഹകൾ അതിവിടെ ചൈനീസ് സെറ്റിൽമെന്റ് ഒക്കെ വന്ന് അവര് ഇവിടുത്തെ ധാതു ലവണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എക്സ്കവേഷൻ ഒക്കെ നടത്തി അതങ്ങനെ ഒരു വലിയ ഗുഹയായതാണ്. അത് പിന്നീട് തമിഴ് ഹിന്ദു കമ്മ്യൂണിറ്റി അവിടെ മലേഷ്യയിൽ കൂടുതൽ ആളുകൾ താമസമായി കഴിഞ്ഞപ്പോൾ അവരിൽ ഒരാളാണ് ഇവിടെ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാം എന്നുള്ള ആശയത്തിൽ ഒരു മുരുക ക്ഷേത്രം ഒക്കെ അവിടെ നിർമ്മിച്ച് അത് പിന്നീട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസം കേന്ദ്രവുമായിട്ട് മാറി. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കയറി അതിനകത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മെല്ലെ മെല്ലെ അങ്ങോട്ട് പോവുകയാണ്. അതിനകത്ത് തന്നെ പല പ്രതിഷ്ഠകളും പല ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. ഒരു ഗുഹയുടെ അകം ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചെറിയ ഈർപ്പവും വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നതിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണത്. അതിനകത്ത് കയറി കഴിഞ്ഞ് ചെറിയൊരു കുറെ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ആ മുരുക ക്ഷേത്രത്തിലോട്ട് പോകാൻ. അതിനു മുമ്പ് നമുക്കിവിടെ ഇങ്ങനെ വേറെയും ചെറിയ അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ മുരുകന്റെ പ്രതീകങ്ങളായിട്ടുള്ള മയിലും മുരുക വാഹനമായിട്ടുള്ള മയിലുകളുടെയൊക്കെ ചിത്രവും കാര്യങ്ങളും കൊത്തുപണികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ കൂടുതലും ഈ കാണുന്ന പോലെ തമിഴ് വംശജരാണ് അവിടെ കൂടുതലും വരുന്നത്. ടൂറിസ്റ്റ് ആയിട്ട് പിൽഗ്രിമേജ് പോലെ. പിന്നെ ടൂറിസ്റ്റ് ആണ് ബാക്കി കൂടുതലും അവിടെ വരുന്നത്. എല്ലാ മുരുക ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും തൈപ്പൂയമാണ് നമ്മുടെ മെയിൻ ആയിട്ട് അവർ ആഘോഷിക്കുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ മുരുക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തായിട്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് പുറത്തേക്ക് ഓപ്പൺ ആണ്, നമുക്ക് ആകാശം അവിടുന്ന് കാണാൻ പറ്റും. ആകാശം കാണുന്ന രീതിയിൽ അവിടെ വരുന്നിടത്താണ് മുരുക ക്ഷേത്രം വരുന്നത്. അവിടെ ഓപ്പൺ ആണ്, മഴയും വെയിലും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും ഗോത്ര വിഭാഗങ്ങളുടെയും ചൈനീസ് എക്സ്കവേഷന്റെയും ഒക്കെ ഒരു ഫലമായിട്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് പറ്റിയൊരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഗുഹയുടെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അത് ഈ ഒരു ടൂറിസത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ കളിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ കോഴികളുണ്ട്, കുരങ്ങന്മാരുണ്ട്. ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നുകൊണ്ട് പ്രാവുകള് ഇതിന്റെയൊക്കെ പുറകെ നടക്കുക, ഓടിച്ചിട്ട് പിടിക്കുക. പിന്നെ അവിടെ കളിക്കാൻ ഒരു കൂട്ടുകാരി കിട്ടി. ഒരു മലയാളി ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ മലേഷ്യൻ ട്രിപ്പൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ മുരുകക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായി. അവിടെ അതിന്റെ ഗുഹയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത്. മലേഷ്യയുടെ ആ ഭാഗത്തെ ടൗണിന്റെ മൊത്തത്തിലൊരു വ്യൂ അവിടുന്ന് കിട്ടും. അവിടുത്തെ ഹൈറൈസ് ബിൽഡിങ്സും റോഡും ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആ ഒരു എക്സ്കവേഷന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷനും പിന്നെ ഇത് പിൽഗ്രിമേജ് സൈറ്റ് ആയിട്ട് വളർന്നപ്പോഴുള്ള ഒരു ഇതും കൊണ്ടും വളർന്നു വന്നൊരു സിറ്റിയാണ് അവിടെ.
ആ ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങി ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ താഴെ കണ്ട നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഒരു തമിഴ് ലഞ്ചും കഴിച്ച് നമ്മൾ അന്നത്തെ ബാട്ടു കേവ്സ് സന്ദർശനം മതിയാക്കി. ഇനി ബാക്കി കഥകൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. നന്ദി, നമസ്കാരം.